ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ബി.ജെ.പിക്ക് ഇന്ന്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തിരിച്ചടി എന്നു തന്നെ പറയാം. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി തന്നെ കിട്ടിയിരിക്കുന്നത്. ബി.ജെ.പി സ്ഥാനാർത്ഥി വിജയിച്ച മേയർ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയ സുപ്രീം കോടതി എ.എ.പി കോൺഗ്രസ് സഖ്യം വിജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എ.എ.പിയുടെ കുൽദീപ് കുമാർ മേയർ ആകുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ബാലറ്റുകൾ വികലമായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബാലറ്റ് കുത്തിവരച്ച് വികൃതമാക്കിയ ഭരണാധികാരിയുടേത് കുറ്റകരമായ പെരുമാറ്റമാണ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ അനുവദിക്കില്ല. കർശന നടപടി സ്വീകരിക്കുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ ബാലറ്റുകൾ വീണ്ടും എണ്ണാൻ ഉത്തരവിട്ട സുപ്രീം കോടതി റിട്ടേണിംഗ് ഓഫീസർ അനിൽ മസിഹ് അസാധു എന്ന് രേഖപ്പെടുത്തിയ 8 വോട്ടുകൾ സാധുവായി കണക്കാക്കാനും നിർദ്ദേശിച്ചിരുന്നു. നേരത്തെ അസാധുവെന്ന് വിധിച്ച വോട്ടുകൾ കൂടി സാധുവായി കണക്കാക്കിയതിനു ശേഷമുള്ള ഫലം പുറത്തുവിടാനും സുപ്രീം കോടതി പറയുന്നുണ്ട്. മേയർ തെരഞ്ഞെടുപ്പിൽ അസാധുവാക്കിയ 8 ബാലറ്റുകളും എ.എ.പി സ്ഥാനാർത്ഥി കുൽദീപ് കുമാറിന് അനുകൂലമായി രേഖപ്പെടുത്തിയതായിരുന്നുവെന്നും സുപ്രീം കോടതി ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേട് സംബന്ധിച്ച ഹർജിയിൽ തുടർച്ചയായ 2ാം ദിവസവും വാദം കേട്ടതിന് ശേഷമായിരുന്നു സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി. ബാലറ്റ് പേപ്പറിൽ കൃത്രിമം കാട്ടിയ റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി തികച്ചും കുറ്റകരമാണെന്നും റിട്ടേണിംഗ് ഓഫീസറായ അനിൽ മസിഹിനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ J.B. പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് എ.എ.പിയുടെ ഹർജി പരിഗണിച്ചത്. ഹർജിയിൽ വാദം കേട്ടുകൊണ്ടിരിക്കെ ചീഫ് ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡ് ബാലറ്റുകൾ അഭിഭാഷകരെ കാണിച്ചു. 8 ബാലറ്റുകളിലും എ.എ.പിയുടെ കൗൺസിലറായ കുൽദീപ് ദലോറിന്റെ പേരിൽ സ്റ്റാമ്പ് ലഭിച്ചതായും വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു. ഹർജിയിൽ വാദം കേട്ടുകൊണ്ടിരിക്കെ ചീഫ് ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡ് ബാലറ്റുകൾ അഭിഭാഷകരെ കാണിച്ചു. 8 ബാലറ്റുകളിലും എ.എ.പിയുടെ കൗൺസിലറായ കുൽദീപ് ദലോറിന്റെ പേരിൽ സ്റ്റാമ്പ് ലഭിച്ചിട്ടുണ്ട്. വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു. ഇത് അസാധുവായി പ്രഖ്യാപിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്നും കോടതി ചോദിച്ചു. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം രജിസ്ട്രാർ ജനറൽ കസ്റ്റഡിയിലെടുത്ത ബാലറ്റ് പേപ്പറുകളും വീഡിയോയും ഫെബ്രുവരി 20 ഉച്ചയ്ക്ക് 2 മണിക്ക് സുപ്രീം കോടതിയിൽ ഹാജരാക്കണമെന്ന് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. ഇതുപ്രകാരം ഹാജരാക്കിയ ബാലറ്റുകളും വീഡിയോകളും ജഡ്ജിമാർ വിശദമായിട്ടാണ് പരിശോധിച്ചത്. ബാലറ്റ് പേപ്പറുകൾ സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിനും അതിന്റെ സംരക്ഷണത്തിനും ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. 8 ബാലറ്റുകളിൽ കൃത്രിമം കാട്ടി അസാധുവാക്കിയതോടെ മേയർ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വിജയിച്ചിരുന്നു. ഇതേ തുടർന്ന് എ.എ.പിയുടെ കൗൺസിലർ കുൽദീപ് ദലോർ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ തന്നെ ഒരു വലിയ തിരിച്ചടി കിട്ടിയത് ബി.ജെ.പിയെ സംബന്ധിച്ച് ആത്മാഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. എന്നാൽ ഈ കാര്യം മറ്റു പാർട്ടികൾ ആഘോഷിക്കുമെന്നതിലും ഒരു സംശയവും വേണ്ട.